മീനാക്ഷി മോളെ മോളെ എന്നൊക്കെ മോളെ മീനാക്ഷി മീനാക്ഷി അയ്യോ എന്ത് പറ്റി? മോളെ എന്താ പറ്റിയേ? മോക്ക് ഉഴപ്പൊന്നുമില്ല. മാലതി, നീ ഇച്ചിരി വെള്ളം കൊടുത്തേ, അവള് കുടിക്കട്ടെ. കൊടുക്ക്. മീനാക്ഷി മോക്ക് ഇതെന്ത് പറ്റിയതാ? അച്ഛൻ മീനാക്ഷി നോക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടെ മുഴുവൻ അരിച്ചു പറക്കി, പക്ഷെ മീനാക്ഷിയെ കണ്ടില്ല. ഒടുവില് ഞാൻ ഈ നിലവറയുടെ മുമ്പിലേക്ക് ഓടിയെത്തി. അല്ല, ഇവിടെ മീനാക്ഷി ഉണ്ടാവുന്ന മാലതിക്ക് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ എല്ലായിടത്തും നോക്കുമ്പോ ഇവിടെ നോക്കണ്ടേ? അങ്ങനെ വന്നപ്പോ ദേ ഇവിടെ ബോധം കെട്ട് കിടക്കുന്നു. മീനാക്ഷി മോളെ മീനാക്ഷി മോളെ മീനാക്ഷി അമ്മേ, ദേ നിലവറ തുറന്നു കിടക്കുക. എന്റെ ഭഗവാനെ, ശ്രീ പത്മനാഭ, അയ്യോ ഇവിടെ അങ്ങ് കാണാനില്ലല്ലോ. അയ്യോ എന്റെ പരദൈവങ്ങളെ ചതിച്ചോ. തകർന്നല്ലോ ദൈവമേ തറവാട്. ആ വാൾ ആര് കൊണ്ടുപോയി? ദൈവമേ, തറവാടിന്റെ ഐശ്വര്യ അത് ഞാൻ സൂക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയത് മീനാക്ഷിയാ. മീനാക്ഷി കൊച്ചിനെ ബോധം കെടുത്തിട്ട് ആരോ വാള് കൊണ്ടുപോയി. അത് മറ്റാരുമല്ല, അവള് തന്നെയാ. അവള് മൈഥിലി. മീനാക്ഷി നോർമലാകുമ്പോൾ സത്യം പറയുമല്ലോ. ഇത് അവള് തന്നെയായിരിക്കും, ആ മൈഥിലി. യാതൊരു സംശയവും വേണ്ട. എന്നാ പിന്നെ ഒട്ടും താമസിക്കണ്ട. IGയോ DGPയോ ആരെയും വിളിച്ചു പറ. അല്ല, ഇത് പോലീസിന്റെ ഉന്നതങ്ങളിലേക്ക് പോയാലേ പണി പാളും. വാള് കോടതിയിലേക്ക് അങ്ങ് പോവും. പിന്നെ ചെമ്പകമംഗലത്ത് തിരിച്ചു കിട്ടിയില്ലെന്ന് വരും. അത് ശരിയാ. അവളിപ്പോ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. ആലോചിച്ചിട്ട് പോലീസിനെ അറിയിച്ചാ മതി. നമുക്ക് മൈഥിലിയെ പിടിക്കാം. വാളെടുക്കാൻ വന്ന ആ ഉത്സവ കമ്മിറ്റിക്കാരോട് ഞാൻ എന്തു പറയും? എന്റെ രാമേട്ടനെ രക്ഷിക്കാൻ ഞാൻ ചെയ്തത് ഇതെനിക്കുള്ള കുറിച്ചായി മാറുകയാണല്ലോ. മനസ്സ് കിടന്ന് പെരുമ്പറ കൊട്ടുക. ഈ തീക്കളി വേണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യും എന്റെ ഈശ്വര? കാര്യങ്ങൾ അവരോട് തുറന്നു പറഞ്ഞേ പറ്റൂ. പുരയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിന് മീതെ വള്ളം, അല്ലാതെ ഗത്യന്തരമില്ല. നീ എന്റെ കൂടെ വാ. നിനക്ക് ധൈര്യം പോരെങ്കിൽ ഞാൻ നിന്റെ കൈ പിടിച്ചോളാം. വാ. മീനാക്ഷി അതിവിടെ നിന്ന് നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ട ആ നിമിഷം മുതൽ ഇവിടെ പല ദുർമരണങ്ങളും നടക്കും.
വാൾ എപ്പോ പോയോ ആ നിമിഷത്തിൽ ദുർമരണങ്ങൾ വരെ നടക്കാൻ സാധ്യതയുണ്ട്. അത് കണ്ടെത്തുന്നത് വരെ ഈ തറവാടിന് നാശമായിരിക്കും. ഇതൊക്കെ ഇവരുടെ അഭ്യാസ തിരുമേനി, മനഃപൂർവ്വം ഭക്തജനങ്ങളെ അപമാനിക്കാൻ. മിസ്റ്റർ, ഞങ്ങളിവിടെ നിയന്ത്രണം എടുത്ത് നിൽക്കുക. താൻ ഏത് കൊമ്പത്തെ ആളായാലും മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാകാതിരിക്കണം അനന്തഗോപൻ സാറേ. ചെമ്പകമംഗലത്തുകാർ അന്തസ്സും അഭിമാനവും സംസ്കാരവുമുള്ളവരാ. അവർ മനഃപൂർവ്വം അങ്ങനെയൊന്നും പറയില്ല. ഞാൻ പറയുന്നത് എല്ലാവരും ഗൗരവത്തിലെടുക്കണം. ആ ഐശ്വര്യവാൾ ഉടനെ തന്നെ കണ്ടെത്തണം. അത് ചെമ്പകമംഗലത്തെ നിലവറയിൽ ഇരുന്നില്ലെങ്കിൽ ഈ തറവാട് ശപിക്കപ്പെടും. അത് സർവനാശത്തിലേക്ക് പതിക്കും. രാജലക്ഷ്മി, അയ്യോ അമ്മേ, രാജലക്ഷ്മി, അമ്മേ, എന്തുപറ്റി? എഴുന്നേക്കമ്മേ. അമ്മേ കണ്ണു തുറക്ക്. അമ്മേ, രാജലക്ഷ്മി, അമ്മേ കണ്ണു തുറക്കമ്മേ. അമ്മേ എഴുന്നേക്കമ്മേ. എഴുന്നേക്കമ്മേ. അമ്മേ, അമ്മേ, രാജലക്ഷ്മി, അമ്മേ കണ്ണു തുറക്കമ്മേ. അമ്മേ, എഴുന്നേറ്റേ. അമ്മേ ഞാനാ വിളിക്കുന്നത്. കണ്ണു തുറക്ക്. രാജലക്ഷ്മി, ചേച്ചി, അമ്മേ, അച്ഛാ. എന്തുപറ്റി?